അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് നമ്മളിന്ന് അവതരിപ്പിക്കുന്ന കട എന്ന് വെച്ചാൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ഗൗരവമുള്ള ഒരു വീഡിയോ തന്നെയാണിത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് അവതരിപ്പിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓരോരോ തിരക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ റൂട്ട് സെയിൽ കാര്യങ്ങളിൽ വളരെ തിരക്കുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇത്തിരി ടൈം എടുത്തത്. പക്ഷേ എന്നിരുന്നാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു എന്താണ് ഇതിനകത്തുള്ള ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ആരംഭിച്ച് തേയിലയുടെ ബിസിനസ് ആരംഭിച്ചിട്ട് അവർ ഈ പറഞ്ഞതുപോലെ വളരെയധികം 5 കിലോയിൽ തുടങ്ങിയിട്ട് 40 കിലോ 60 കിലോ 80 കിലോയിലേക്ക് വരെ ഇപ്പോൾ അവർ ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. അതിനെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ തേയില അവർ ആഴ്ചയിൽ പർച്ചേസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് നല്ല സെയിൽ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞ് എൻ്റെ വാട്സാപ്പിലാണെങ്കിലും എനിക്ക് മെയിൽ വഴിയാണെങ്കിലും ഒരുപാട് താങ്ക്സ്. അത് മാത്രമല്ല അവർ ഒരുപാട് സംശയങ്ങൾ എന്നോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടറിയാവുന്ന രീതിയിൽ ഞാൻ അതൊക്കെ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു കാരണം നിങ്ങൾ കച്ചവടം തുടങ്ങി വരുന്നവരുണ്ടാവും, ഇനി തുടങ്ങിയേക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ്, മഴയുടെ സീസണാണ്. അങ്ങനെ ഈ സീസൺ കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തേയിലയുടെ വില അതായത് 170 180 ആവറേജിൽ തേയില വില നിൽക്കെ അവർ 5ഉം 10ഉം കിലോ എടുത്തുകൊണ്ടിരുന്നവർ ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ സെയിൽ കൂടി വരുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞതുപോലെ 40 കിലോ 80 കിലോ 2 ബോക്സൊക്കെ വരെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുന്നതിനകത്തുള്ള ഒരു പ്രശ്നമല്ല. ഇപ്പോൾ വില തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വില കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 40 കിലോ 80 കിലോ തേയില അവരെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 രൂപയ്ക്കായിരിക്കും അവരെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 170 രൂപ. ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ടോപ്പ് പ്രൊഡക്റ്റാണ്. അതായത് വളരെ ക്വാളിറ്റി കൂടിയ തേയില എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ 170 രൂപയ്ക്ക് അവരെടുത്ത് വെച്ചേക്കുന്ന തേയിലയായിരിക്കും. പക്ഷേ ഇപ്പം ആഴ്ചയിൽ 10 രൂപ 170 160 150 140 അങ്ങനെ ആഴ്ചയിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമിതമായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര കിലോ ആണ് നിങ്ങൾക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരി എന്നോട് വിളിച്ചും പറഞ്ഞതാണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നല്ല സെയിലുണ്ട്, നല്ല കച്ചവടമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 80 കിലോ ഞാൻ എടുത്തു വെച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ സഹോദരിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, വാട്സാപ്പിലാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സഹോദരിക്ക് എത്ര കിലോ ആണ് ഒരാഴ്ചയിൽ പോകുന്നതുള്ളത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ എനിക്കൊരു 10-15 കിലോ പോകും. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നിച്ചങ്ങോട്ട് എടുത്തു വെച്ചു, ഒരു 80 കിലോ 2 ബോക്സായിട്ട് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചു. എനിക്കിപ്പോൾ കുഴപ്പമില്ല, നല്ല അത്യാവശ്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വില ഓരോ ആഴ്ചയിൽ ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ അടുത്ത ആഴ്ച പോയിട്ട് ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നേച്ച് ഈ പറഞ്ഞതുപോലെ 160 രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് 150 രൂപയ്ക്കായിരിക്കും. പക്ഷെ നിങ്ങൾ 160 രൂപയ്ക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ആഴ്ചയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 160 രൂപയ്ക്കാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ വേറൊരു പാർട്ടി അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന സെയിം ബ്രാൻഡിലുള്ള സാധനം തന്നെ അവർക്ക് അവിടെ കൊടുക്കുമ്പോഴത്തേക്കും അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ആയിരിക്കും. അപ്പോൾ 10 രൂപ നിങ്ങളിൽ നിന്നും താഴ്ത്തി അവർ പറയുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് കൂടുതൽ വില ഈടാക്കി എന്ന് ഓർത്തിട്ട് ആ ഒരു കച്ചവടം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം. ഇപ്പം നമ്മളെപ്പോലെയുള്ള ഹോൾസെയിൽ കച്ചവടക്കാരും ഈ പറഞ്ഞതുപോലെ ഈ സാഹചര്യത്തിൽ അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പല വീഡിയോസിൽ ഞാൻ ഈ 15ഉം 30ഉം 20ഉം ബോക്സുകളൊക്കെ ആയിട്ട് ഹോൾസെയിലായിട്ട് എടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ ആ ഒരു 20 ബോക്സോ 30 ബോക്സോ എടുക്കുമ്പോഴത്തേക്ക് അത് ആഴ്ചയിൽ തന്നെ നമുക്കത് സെയിലാവുകയാണ്, നമുക്കത് അവിടെ ആഴ്ചയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഹോൾസെയിൽ കച്ചവടക്കാരായത് കാരണം നമുക്ക് ഈ ഒരു 20 ബോക്സ് 30 ബോക്സ് എന്ന് പറഞ്ഞാൽ 1 വീക്ക് കൊണ്ട് അത് അവിടെ തീരുകയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരുന്ന് സ്റ്റോക്കായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ വില വ്യത്യാസം വന്നെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് അതിനകത്തൊരു വിഷയം വരുന്നില്ല. പക്ഷെ തുടക്കത്തിലുള്ള നിങ്ങളെപ്പോലുള്ള തുടക്ക കച്ചവടക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഈ വിലയിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അമിതമായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കരുത്. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര ആവറേജ് എത്ര kg ആണ് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നത്, അത്രമാത്രം ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് മാത്രം നിങ്ങൾ വിൽക്കാനായിട്ടാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് പലരും എന്നോട് ചോദിച്ചതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ കാര്യം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ആക്കി വെച്ചിട്ട്, എനേബിൾ ആക്കി വെച്ചാൽ മാത്രം പോരാ, നിങ്ങളതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇതുപോലെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ സംഭവിക്കുന്ന വിലയുടെ വ്യത്യാസത്തിലും ഗ്രേഡുകൾ കാര്യത്തിലും അതുപോലെ തന്നെ ഓരോരോ ടോപ്പായിട്ടുള്ള ഏതൊക്കെ ബ്രാൻഡ് തേയിലകളാണ് ഇപ്പോൾ വിപണിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.